കുഞ്ഞുനാൾ തൊട്ടിട്ട് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സോഷ്യൽ ആവാറില്ല. അതുപോലെ തന്നെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുക. ഇതായിരുന്നു എൻ്റെ ഒരു മെയിൻ ഒരു ക്യാരക്ടർ പറയുകയാണെങ്കിൽ. ആ ഒരു സ്വഭാവം ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഒരുപാട് സൈലന്റ് ആയിട്ട് ഇരുന്നിരുന്ന് ഞാൻ തന്നെ ബോറടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ട്ടോ. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് യൂട്യൂബ് ചാനൽ. അങ്ങനെ വീഡിയോസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ സംസാരിക്കാനും അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ആരേലുമൊക്കെ വന്നിട്ട് ഇതുപോലെ വീഡിയോസ് ചെയ്യാറുണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചെറിയ ചാനലാ ഉള്ളേ. ആകെ 2K സംതിങ് ഫോളോവേഴ്സ് മാത്രമേ, സോറി, സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. എന്നെ നിങ്ങൾ കാണാൻ ഒരു വഴിയില്ല എന്ന് പറയാറുണ്ട്. എന്നിട്ടും ആ ഒരു ഫോളോവേഴ്സ് വെച്ചിട്ട് നമ്മളെ കുറച്ച് പേരൊക്കെ നോട്ട് ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ സന്തോഷം കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ സന്തോഷം അവിടെ നിൽക്കട്ടെ. ഞാൻ ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മടിയൻ ചിക്കൻ കറിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ എനിക്ക് തീരെ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടില്ല. കാര്യം അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും എന്തോ എനിക്കങ്ങോട്ട് പിടിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഇന്നങ്ങ് ചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വെച്ചിട്ട് ചട്ടിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് തന്നെ കടുവൊക്കെ ഇട്ട് പൊട്ടിച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി അതൊക്കെ ഇട്ടിട്ട് ദേ വഴറ്റാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തില്ലല്ലോ എന്ന്. സാധാരണ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പേസ്റ്റ് കേട്ടോ ഞാൻ ആഡ് ആക്കാനുള്ളത്. ഇന്ന് ഞാൻ വിചാരിച്ചു വേണ്ട, ഓർഗാനിക് ആയിക്കോട്ടെ. ഒറിജിനൽ ഉള്ളിന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും തന്നെ ഞാനങ്ങ് എടുത്തു. അത് അരിഞ്ഞ് സെറ്റാക്കി വരാൻ കുറേ സമയം പിടിക്കുമല്ലോ. ശരിക്കും ഈ ഒരു മടി കൊണ്ടിട്ടാണ് ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു പേസ്റ്റ് ചേർക്കാറുള്ളത്. പക്ഷേ ആ ഒരു പേസ്റ്റ് പലപ്പോഴും ചേർക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ അതൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് പലപ്പോഴും കിട്ടാറില്ല കേട്ടോ. ഞാൻ എന്തിനാ ഇത് കുത്തിയിരുന്ന് അരിഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ മിക്സിയിൽ സെറ്റാക്കാനാണ് വിചാരിച്ചത്. പക്ഷേ ഞാനത് ലാസ്റ്റ് കേട്ടോ ഓർത്തെ മറന്നുപോയി. എൻ്റെ കിളി ഇങ്ങനെ പോയിരിക്കും പോലെ എനിക്ക് തോന്നലുള്ളത്. പിന്നെ ഈ കാന്താരി മുളക് വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാ. ഒരു പെട്ടി നിറച്ചും തന്നു വിട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പക്ഷെ ഞാനത് എപ്പോഴും എടുക്കാൻ വിട്ടുപോകും. അപ്പം ഇന്ന് എന്തായാലും കാന്താരി ഇട്ടിട്ടുള്ള ചിക്കൻ കറി ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ചിക്കൻ വറുത്തതിന് ശേഷം കറിയിൽ ഇടാമെന്ന് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. എനിക്ക് ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോഴത്തേക്കും ചിക്കൻ ഇങ്ങനെ ഒരു കട്ടി പോലെ ഉണ്ടാവില്ല. അങ്ങ് വെന്ത് കുഴഞ്ഞ മാതിരി എനിക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വിചാരിച്ചത് എന്തായാലും ഒന്ന് പൊരിച്ചിട്ട് വെക്കാം. അപ്പം ടേസ്റ്റിനൊരു നല്ലതായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട്. ഇപ്പോഴും ചിക്കൻ കറി വെക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ധൃതിയിലായിരിക്കും വെക്കുക കേട്ടോ. ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ സമയം ഉണ്ടായിരുന്നു. ഞാൻ നന്നായി കിടന്ന് ഉറങ്ങി റിലാക്സ് ചെയ്തിട്ടാട്ടോ കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ നേരം നിൽക്കുന്നതിൽ ഒരു വിഷമവും ഇല്ല. പക്ഷേ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പെട്ടെന്നൊരു ചിക്കൻ കറി വെക്കാനാണെങ്കിൽ എനിക്ക് നല്ല മടിയാവും കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്തിട്ടിട്ടായിരിക്കും ചെയ്യുക. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് അയ്യോ തക്കാളി ഇട്ടില്ലല്ലോ എന്ന്. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനകത്തോട്ട് നമ്മൾ തക്കാളിയും കൂടി ഇട്ടിട്ട് അതൊരു പേസ്റ്റാക്കി മസാലകളെല്ലാം ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു തക്കാളീൻ്റെ പേസ്റ്റും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ അത് ഈ ഇപ്പം ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി ഞാൻ നേരത്തെ കുറച്ച് മസാല ഇട്ട് വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അത് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മിക്കവാറും ഇത് ഞാൻ ഷോർട്ടാക്കി അപ്ലോഡ് ചെയ്തില്ല, ലോങ് വീഡിയോ ആക്കി തന്നെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. എഡിറ്റ് ചെയ്യാൻ എടുത്തിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇത് കട്ട് ചെയ്തിട്ടും ഇതിൻ്റെ ലെങ്ത് കുറയുന്നില്ലടോ. അപ്പോൾ പിന്നെ ഒരു ലോങ് വീഡിയോ ആക്കി തന്നെ അങ്ങ് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ചിക്കൻ കറി ഉണ്ടല്ലോ ഇങ്ങനെ ചുമ അല്ലെങ്കിൽ കുറച്ച് ഇരുണ്ടിട്ടിരിക്കണം. ഇങ്ങനെ വെളുത്തിട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മഞ്ഞ കളർ ഇരിക്കുന്നത് തീരെ താല്പര്യമില്ല. എനിക്ക് കാണുമ്പോഴേ കണ്ണിന് നല്ല കുളിർമ കിട്ടാൻ ഒന്നിലും നല്ല ബ്രൗൺ കളറായിട്ട് അല്ലെങ്കിൽ നല്ല റെഡ് കളറായിട്ട് ഇരിക്കുന്ന ചിക്കൻ കറി തന്നെ വേണം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളിങ്ങനെ ചിക്കനൊക്കെ ഇട്ട് സെറ്റാക്കി. ലേശം കുറവായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതെല്ലാം ഇട്ട് സെറ്റാക്കി ഇനി അങ്ങ് അടച്ച് വെക്കാൻ പോവുക. നല്ല ചുമ ഉള്ള ചിക്കൻ കറി കേട്ടോ. ഇനി ചോറ് വെക്കാനുള്ള പരിപാടി നോക്കണം. ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ ചോറ് വെക്കുന്നത്. സാധാരണ ഞാൻ റൈസ് കുക്കറിനകത്ത് അങ്ങ് കലത്തിൽ ചോറിട്ട് തിളപ്പിച്ചിട്ട് എടുത്ത് വെക്കില്ല ചെയ്യല്. പക്ഷെ ഇന്നിപ്പോൾ ഒരുപാട് ലേറ്റായി. അതിന് മാത്രമുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് കുക്കറിൽ തന്നെ അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ കുക്കർ അടച്ചതിന് ശേഷം ആലോചിച്ചല്ലോ ഉപ്പിട്ടില്ലല്ലോ എന്ന്. ഇവിടെ ഒരാൾക്ക് ഉപ്പ് നിർബന്ധമാണ്. എനിക്കാണെങ്കിൽ ഉപ്പിട്ടിട്ട് ചോറ് വയ്ക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഏതായാലും ഞാൻ ഉപ്പിട്ടു എന്തായാലും. അങ്ങനെ ചോറും ഒരു സൈഡിൽ സെറ്റാക്കി കഴിഞ്ഞു. കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, അതെടുത്ത് നേരെ തേങ്ങാപ്പാലാക്കിയിട്ട് നേരെ നമ്മുടെ ചിക്കൻ കറിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് ഇങ്ങനെ. അപ്പം ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുമല്ലോ
വെച്ചല്ലോ. സാധാരണ ഞാൻ ഇത്ര ഗംഭീരമാക്കിയൊന്നും നിന്ന് വെക്കാറില്ല കേട്ടോ. മടിയായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് തട്ടിക്കൂട്ടലാണ് പരിപാടി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പാത്രങ്ങൾ ഞാൻ വലിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ കറി വെക്കാനും അതിനും ഇതിനും ഒക്കെ ആയിട്ട് എടുത്തതാ. അപ്പൊ കൈയോടെ അതൊക്കെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കാന്ന് വിചാരിച്ചു കേട്ടോ. സമയമുള്ളപ്പോൾ മെല്ലെ നിന്ന് ചെയ്യാൻ നല്ല രസമാണ്. പക്ഷെ സമയമില്ലെങ്കിൽ ഇതൊക്കെ ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും കേട്ടോ നടക്കുന്നത്. അങ്ങനെ മസാലപ്പെട്ടികളും അതും ഇതും ഒക്കെ എടുത്ത് ഇരിക്കേണ്ട സ്ഥാനത്തൊക്കെ അങ്ങ് വെച്ചു. ഇതൊക്കെ ഇങ്ങനെ വൃത്തിയായി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരം വെളുത്ത് രാവിലെ എണീറ്റ് കിച്ചണിലോട്ട് കയറുമ്പോൾ കാണാനൊരു രസമാണ്. അതായത് നല്ല വൃത്തിയായിട്ട് സ്ലാബൊക്കെ കിടക്കുമ്പോഴേ ഒരു സമാധാനമാണല്ലോ. ഇല്ല, ഇത് മൊത്തം മെലിഞ്ഞൊരു കിടക്കുകയാണെങ്കിൽ പിന്നെ ഇതെല്ലാം ഒതുക്കിയിട്ടല്ലേ രാവിലത്തെ പരിപാടി നടക്കുള്ളൂ. നാളെ എനിക്ക് രാവിലെ ക്ലിനിക്ക് പോകാനുണ്ട്. അപ്പോഴത്തേക്കും വന്ന് വൃത്തിയാക്കി നിന്ന് കുക്ക് ചെയ്തിട്ടൊന്നും പോകാൻ എനിക്ക് സമയമില്ല. ഇതൊക്കെ രാത്രി തന്നെ അങ്ങ് റെഡിയാക്കി വെക്കാനാണ് എൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ എല്ലാം പെറുക്കി സെറ്റാക്കി വെച്ചു. നമ്മുടെ സിങ്കിൻ്റെ ഏരിയ 2 ദിവസമായി ഞാൻ ക്ലീൻ ചെയ്തിട്ട്. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കാം. സമയമുണ്ടല്ലോ. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണോ എത്ര ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് സമയം കിട്ടും, അല്ല എൻ്റെ മൂഡ് ഓക്കെ ആയിട്ട് വരുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊക്കെ അങ്ങ് മെല്ലെ നിന്ന് വൃത്തിയാക്കി. കിച്ചണിലെ പരിപാടി എന്ന് പറഞ്ഞാൽ ചട്ടിയും കലവും പോലെ എപ്പോഴും തട്ടിമുട്ടിയിട്ടുണ്ടാവും. നമ്മളൊരു സാധനം വൃത്തിയാക്കി വെക്കും, 2 സെക്കൻഡ് കഴിയുമ്പോൾ അതേ വലിഞ്ഞു വാരി കിടക്കും. എനിക്കറിയത്തില്ല എന്താന്ന്. ഒരാൾ മാത്രമല്ലല്ലോ കിച്ചണിൽ കയറാറുള്ളത്. ഞാനൊരു സൈഡിൽ വൃത്തിയാക്കിയാലും അടുത്ത ആൾ കയറുമ്പോഴത്തേക്ക് അവരവരുടെ ആയിട്ടുള്ള രീതിയിൽ ഇതാക്കും. പിന്നെ അവർ വൃത്തിയാക്കിയിട്ട് പോകുമ്പോൾ ഞാൻ കയറുമ്പോഴും ഇതേ തന്നെ സംഭവിക്കും കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ചട്ടിയും കലവും ആണല്ലോ എന്ന്. എപ്പോഴും തട്ടിമുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഏകദേശം ഞാൻ ആ ഒരു സിങ്കിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ആ ഭിത്തി നോക്കുമ്പോൾ ഭിത്തിയിൽ കുറച്ച് അഴുക്കുള്ള പോലെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു അതും ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടേക്കാം. അപ്പം അതൊക്കെ കഴിഞ്ഞു. ഏകദേശം എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ആ കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അവിടെ കുറച്ച് മസാലയൊക്കെ എടുത്തും വെച്ചതിൻ്റെയൊക്കെ പൊടിയുണ്ട്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ. അടുത്ത വീഡിയോ കാണാം.